ഹായ് ഓൾ. അപ്പോൾ 2023 നമ്മുടെ SSLCയുടെ റിസൾട്ട് ഇതാ ഇന്നത്തെ ദിവസം വന്നു കഴിഞ്ഞു. എല്ലാവരും വളരെ ആവേശത്തിൽ അവരുടെയൊക്കെ റിസൾട്ട് നോക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ. അപ്പോൾ ഞങ്ങളെ XandY സംബന്ധിച്ചിടത്തോളം ഒരുപാട് കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയ സന്തോഷ വാർത്തകൾ ഇങ്ങനെ മെസ്സേജുകളായിട്ടും സ്ക്രീൻഷോട്ടുകളായിട്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമേ നമ്മുടെ വിഷയങ്ങളിൽ SSLCയിൽ നല്ല വിജയം നേടിയ എല്ലാ കൂട്ടുകാർക്കും നല്ല വിജയാശംസകൾ, അഭിനന്ദനങ്ങൾ നേരുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലരെങ്കിലും ഫുൾ A+കളൊക്കെ കിട്ടുന്ന ആ തിരക്കിനിടയിൽ നോക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ നമ്മൾ പ്രതീക്ഷിച്ച അത്ര മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് കിട്ടാത്തവരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും റീവാലുവേഷനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകും. അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ മാർക്ക് ആഡ് ചെയ്യുന്നിടത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ചോദ്യങ്ങൾ ആൻസർ ചെയ്യാതെ പോകുന്നിടത്തൊക്കെയാണ്, നോക്കാതെ പോകുന്നിടത്തൊക്കെയാണ് ടീച്ചേഴ്സിന് എന്തുണ്ടാവാറുള്ളത്, ഈ പറഞ്ഞ മാർക്കിൽ കൂട്ടുന്നിടത്ത് ചില പ്രോബ്ലംസ് വരാറുണ്ടാവുക. അപ്പോഴാണ് നമ്മൾ വിചാരിച്ച അത്ര റിസൾട്ട് അല്ലെങ്കിൽ ഗ്രേഡ് കിട്ടാത്ത ഒരു അവസ്ഥ സ്വാഭാവികമായിട്ടും ഉണ്ടാവുക. അങ്ങനെയുള്ള കുട്ടികളാണ് റീവാലുവേഷന് സാധാരണഗതിയിൽ കൊടുക്കാറുള്ളത്. നമ്മൾ A+ വിചാരിച്ച് അല്ലെങ്കിൽ A വിചാരിച്ച് നിൽക്കുന്ന ഒരു വിഷയം സ്വാഭാവികമായിട്ടും CO അല്ലെങ്കിൽ C+ ഒക്കെ ആയിട്ട് മാറുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ റീവാലുവേഷൻ കൊടുക്കും. എങ്ങനെയാണ് റീവാലുവേഷൻ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ സ്വാഭാവികമായിട്ടും നാളെ മുതൽ 20-ാം തീയതി മുതൽ 24-ാം തീയതി വരെയാണ് പുനർമൂല്യനിർണ്ണയത്തിനുള്ള സമയമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് റീവാലുവേഷൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിസൾട്ട് ഒക്കെ നോക്കിയ www.sslcexam.kerala.gov.in എന്നുള്ള സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ വർഷം കിട്ടിയ അതിന്റെ റിസൾട്ടുകൾ ഓരോ ഗ്രേഡും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഏത് സബ്ജക്റ്റിനാണോ നമ്മൾ റീവാലുവേഷൻ ചെയ്യേണ്ടത് ആ സബ്ജക്റ്റിൽ എന്തുണ്ടാവും, റീവാലുവേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ആ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഫോട്ടോ കോപ്പി, അതിന്റെ ഫോട്ടോ കോപ്പിയുമായിട്ട് നമ്മൾ എക്സാം എഴുതിയ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ മുഖാന്തരമാണ് എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. സാധാരണഗതിയിൽ ഒരാൾക്ക് 3 സബ്ജക്റ്റുകൾക്ക് വരെയാണ് റീവാലുവേഷൻ കൊടുക്കാനുള്ള അവസരം ഉണ്ടാവുക. ഒരു റീവാലുവേഷന് വേണ്ടി 400 രൂപയാണ് അവർ നമുക്ക് ചാർജ് ആയിട്ട് വരുന്നത്. ഇനി ആർക്കെങ്കിലും എക്സാം എഴുതിയ ആ പേപ്പറിന്റെ ഫോട്ടോ കോപ്പി മതി എന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ കോപ്പി നമുക്ക് ലഭിക്കും. ഇതേപോലത്തെ അവസരങ്ങളുണ്ട്. 200 രൂപയാണ് അതിന്റെ ചാർജ് ആയിട്ട് കഴിഞ്ഞ വർഷം വരെ ഉണ്ടത്. അപ്പൊ ഇപ്രാവശ്യം മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത് പുറത്തറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം ഈ രൂപത്തിലാണ് അതിന്റെ പൈസ ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ റീവാലുവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിച്ച ഗ്രേഡ് കൂടാം അല്ലെങ്കിൽ കുറയാൻ ഉണ്ടാകും. ആർക്കെങ്കിലും റീവാലുവേഷൻ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച അല്ലെങ്കിൽ ആദ്യം കിട്ടിയ ഗ്രേഡിനേക്കാൾ കുറവാണുള്ളത് എങ്കിൽ ബെസ്റ്റ് ഓഫ് 2 ആണ് എടുക്കുക. ഏതിലാണോ ഏറ്റവും നല്ല മാർക്കുള്ളത് ആ പറഞ്ഞ ബെസ്റ്റ് ഓഫ് 2 എടുത്തുകൊണ്ട് അതായിരിക്കും നമ്മുടെ ഗ്രേഡ് ആയിട്ട് വന്നിട്ടുണ്ടാവുക. എന്നാൽ സാധാരണഗതിയിൽ നമുക്കറിയാം നമ്മുടെ ഗ്രേഡ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ റീവാലുവേഷൻ കൊടുക്കാറുള്ളത്. അങ്ങനെ അവർ വീണ്ടും പുനർമൂല്യനിർണ്ണയം നടത്തി നമ്മുടെ ഗ്രേഡ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ റീവാലുവേഷൻ കൊടുത്ത ആ 400 രൂപ നമുക്ക് തിരികെ ക്യാഷ് ബാക്ക് ആയിട്ട് തിരികെ നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ വരുന്നതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ റീവാലുവേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇത് ദിവസങ്ങൾ വൈകിപ്പിക്കാതെ തന്നെ നാളെ തന്നെ എല്ലാവരും നിർബന്ധമായിട്ടും ഇതിന് ഉദ്ദേശിക്കുന്നവർ റീവാലുവേഷൻ നിങ്ങൾ കൊടുക്കുക. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നമുക്ക് നൽകുന്നതായിരിക്കും. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.